നമ്മുടെ തകർച്ച കാണുവാൻ, നാം നമ്മുടെ അധപ്പതനം കാണുവാൻ നോക്കിയിരിക്കുന്ന ആളുകളുടെ നടുവിൽ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ നടുവിൽ ദൈവം നമ്മെ മാനിക്കുന്നവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. എന്റെ ശത്രുക്കൾക്ക് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. സ്തോത്രം. എന്റെ തലയെ എന്ത് ചെയ്യുന്നു? നീ എണ്ണുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം എന്ത് ചെയ്യുന്നു? നിറഞ്ഞു കവിയുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശത്രുക്കളുടെ നടുവിൽ നമുക്ക് വേണ്ടി ദൈവം വിരുന്നൊരുക്കുന്നവനായ ദൈവം. സ്തോത്രം. നമ്മെ മാനിക്കുന്നവനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാവുകയില്ല. ഇന്ന് രാത്രി ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാം. ഈ വചനത്തെ മുറുകെ പിടിക്കാം. ഈ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. അത് 100% ഗ്യാരണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ഇന്ന് രാത്രി നാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സത്യമാർഗത്തിന് വേണ്ടിയാണ്. നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. നാം മുറുകെ പിടിച്ച് ദൈവത്തെയാണ്. ഒരു നാളും നാം ലജ്ജിച്ചു പോവുകയില്ല. ഈ ദിവസങ്ങളിലെ പൂർണ്ണമായ ദിവസങ്ങളിലെ അടുക്കേണ്ടതുപോലെ അടുക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ ജീവിതത്തെ കാണേണ്ടതുപോലെ കണ്ട് പൂർണ്ണമായ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാകട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ വീണ്ടും സമർപ്പിക്കാം. പൂർണ്ണമായ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നാം ഒരു നാളിൽ എത്തിച്ചു പോകാൻ ദൈവം സംഗതി കൊടുക്കുകയില്ല. ആ ദൈവത്തിന്റെ സംഗതി വിശ്വാസത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്.